കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഈ നല്ല ദിവസത്തിൻ്റെ പുലർകാലത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നാം സുഖകരമായിട്ട് ഉറങ്ങി. അനേക പ്രിയപ്പെട്ടവർ ഉണരാതെ പോയപ്പോൾ ദൈവം നമുക്കൊരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ ദാനം തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 85 എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 86ാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 എപ്പിസോഡുകളായിട്ട് നമ്മൾ ആരാധനാ ദിവസം എന്ന വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ 6ാമത്തെ ഭാഗമാണ്. നമ്മുടെ ചിന്താവിഷയം നാം ആരുടെ മുദ്രയുള്ളവരാണ്? ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസമാകുന്ന മുദ്രയുള്ളവരോ അതോ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരോ? അതാ വിഷയം. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം, വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം 9 മുതൽ 11 വരെ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. പ്രിയമുള്ളവരെ, സ്വസ്ഥത നശിച്ച ഒരു തലമുറയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മനുഷ്യനിന്ന് പലവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുകയാണ്. നൂറുകണക്കിന് പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പകച്ചു നിൽക്കുന്നു. സമാധാനമായിട്ടൊന്ന് ഉറങ്ങുവാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. എന്താണ് മനുഷ്യൻ്റെ സ്വസ്ഥതയില്ലായ്മയുടെ കാരണം? മനുഷ്യൻ്റെ സ്വസ്ഥതയില്ലായ്മയുടെ കാരണമാണ് നമ്മളിവിടെ തിരുവചനത്തിൽ വായിച്ചത്. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്ന ഏവനും ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അപ്പോൾ സ്വസ്ഥതയില്ലായ്മയുടെ കാരണം പിടികിട്ടിയോ? മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അപ്പോൾ മനുഷ്യൻ്റെ സ്വസ്ഥതയില്ലായ്മയ്ക്ക് കാരണം ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന മുദ്രയാകുന്ന വിശുദ്ധ ദിവസത്തെ മാറ്റിയിട്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ട് മൃഗത്തിൻ്റെ മുദ്രയാകുന്ന ദിവസത്തെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? മനുഷ്യൻ്റെ സ്വസ്ഥതയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസമാകുന്ന മുദ്രയെ തള്ളിക്കളഞ്ഞിട്ട് മൃഗത്തിൻ്റെ ദിവസത്തെ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരുടെ മേൽ വരുന്ന അതിഭയങ്കരമായ പീഡനത്തെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പ്രവചനം 15-16 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുവാനുള്ളതും മനുഷ്യർ ഇതുവരെ നേരിട്ടിട്ടില്ലാത്തതുമായ അതിഭയങ്കരമായ 7 ബാധകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് 15-16 അധ്യായങ്ങളിൽ. നമ്മുടെ വെളിപ്പാട് പ്രവചനം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് വായിക്കാം. വെളിപ്പാട് 15:1. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പോൾ നോക്കി, ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാർ. അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാകും. അതായത് സ്നേഹവാനായ ദൈവം നമ്മെ രക്ഷിക്കുവാൻ തൻ്റെ ജീവൻ പോലും മറുവിലയായി തന്ന കർത്താവ്, കരുണാസമ്പന്നനായ കർത്താവ് ഇപ്രകാരമുള്ള ബാധകളാൽ മനുഷ്യനെ ദണ്ഡിപ്പിക്കുമോ? ഉത്തരം ഒരിക്കലുമില്ല. പിന്നെയോ നമ്മൾ വചനം പഠിക്കുമ്പോൾ
ദൈവത്തിൻ്റെ മുദ്രയുള്ളവർ ഈ ബാധകളിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കും. മൃഗത്തിൻ്റെ മുദ്രയുള്ളവർക്കാണ് ഈ ദണ്ഡനം അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ദൈവത്തിൻ്റെ മുദ്രയുള്ളവർ ഈ ബാധകളിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം 1 മുതൽ 3 വരെ. വെളിപ്പാട് 7:1 മുതൽ 3 വരെ. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്ക് സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്ക് സമുദ്രത്തിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്നുറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ മഹാപീഡനത്തിന് മുമ്പ്, ബാധകൾക്ക് മുമ്പ് ദൈവം തൻ്റെ ജനത്തെ എന്ത് ചെയ്യും? മുദ്രയിടും. എവിടെ? നെറ്റിയിൽ മുദ്രയിടും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മുദ്രയേറ്റവർ ഈ ബാധകളിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കും. എന്നാൽ മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവർക്കാണ് ദണ്ഡനം അനുഭവിക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ മൃഗം ആരാണെന്നും മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ മുദ്ര എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദമാണ് ദൈവത്തിൻ്റെ മുദ്രയുടെ അടയാളം. അപ്പം മൃഗം ആരാണ്, മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മൃഗത്തിൻ്റെ മുദ്രയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ സാധിക്കും. നാം തിരുവചനം പഠിക്കുമ്പോൾ പ്രവചനങ്ങളെല്ലാം അനേക സാദൃശ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് സ്വയമായിട്ട് ഈ പ്രവചനങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ഇപ്പം തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. സ്വയമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതായത് തിരുവചനത്തെ തിരുവചനം കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പ്രവചനം 14 പറഞ്ഞിരിക്കുന്നതും നാം നമസ്കരിപ്പാൻ പാടില്ലാത്തതുമായ മൃഗം ആരാണ്? വേദപുസ്തകം പഠിച്ചാൽ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മൃഗം തന്നെയാണ് 14-ാം അധ്യായത്തിലെ മൃഗവും. അപ്പോൾ വിശുദ്ധ തിരുവചനത്തിലെ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനവും പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പ്രവചനവും രണ്ടും അന്ത്യകാലത്തേക്കുള്ള പ്രവചന മുന്നറിയിപ്പുകളാണ്. നമുക്ക് ദാനിയേൽ പ്രവചനം പഠിക്കണമെങ്കിൽ വെളിപ്പാട് പ്രവചനം കൂടെ ചേർത്ത് പഠിക്കണം. കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേലിന് ലഭിച്ച ദർശനവും വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ യോഹന്നാന് ലഭിച്ച ദർശനവും ഒരു മൃഗത്തിൻ്റെ ദർശനം അവിടെ ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ. ഇപ്പോൾ ദാനിയേൽ 7-ലും വെളിപ്പാട് 13-ലും 2 പേർക്ക് ഒരേ ദർശനം ലഭിക്കുകയാണ്. ദാനിയേലിനും യോഹന്നാനും. 2-ലും ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗം. വെളിപ്പാട് 13:1-2 വായിക്കാം. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും 10 കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അപ്പോൾ ഇവിടെ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ എന്താ കാണുന്നത്? സമുദ്രത്തിൽ നിന്നും ഒരു മൃഗം കയറി വരുന്നു. അത് പുള്ളിപ്പുലിക്ക് സദൃശം, കാൽ കരടിയുടെ കാൽ പോലെ, വായ് സിംഹത്തിൻ്റെ വായ് പോലെ. ആ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ സിംഹാസനവും വലിയ അധികാരവും കൊടുക്കുകയാണ്. അപ്പം തിരുവചനം വെളിച്ചത്തിൽ നമുക്ക് ഈ മൃഗത്തെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായി ഈ മൃഗം എവിടുന്നാണ് കയറി വരുന്നത്? സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്. ഈ സമുദ്രം എന്തിനെ സൂചിപ്പിക്കുന്നു? വെളിപ്പാട് 17:15. വെളിപ്പാട് 17:15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പോൾ പ്രവചനത്തിൽ വെള്ളം അഥവാ സമുദ്രം എന്തിനെ സൂചിപ്പിക്കുന്നു? രാജ്യങ്ങളെയും ജനങ്ങളെയുമാണ്. രാജ്യങ്ങളെയും ജനം. നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ഭാഷകളും ജാതികളും അത്രേ എന്ന് പറഞ്ഞാൽ സമുദ്രം അഥവാ വെള്ളം എന്തിനെ സൂചിപ്പിക്കുന്നു? ജനസമൂഹത്തെ അല്ലെങ്കിൽ രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വെളിപ്പാട് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗം തന്നെയാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ദാനിയേലിന് ലഭിച്ച ദർശനം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1 മുതൽ 8 വരെ. ശ്രദ്ധിച്ചു വായിക്കാം. ദാനിയേൽ 7, 1 മുതൽ 8 വരെ. ബാബേൽ രാജാവായ ബെൽശസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു.
എന്താ ദാനിയേൽ വിവരിച്ചത്? ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശം ആയിരുന്നു. അതിൻ്റെ സദൃശവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിറക് പറഞ്ഞു പോയി. അതിനെ മനുഷ്യനെ പോലെ നിവർത്ത് നിർത്തി. അതിന് മാനുഷ്യ ഹൃദയവും കൊടുത്തു. രണ്ടാമത്തത് കരടിയോട് സദൃശമായ മൃഗം. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലുകളുടെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചു പിടിച്ചും കൊണ്ടുവന്നു. അവർ അതിനോട് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശമായിരുന്നു. അതിന് 4 തലയുണ്ടായിരുന്നു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യവും ലഭിച്ചു. രാത്രി ദർശനങ്ങൾ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് അത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകൾ 3 വേരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെളിപ്പാട് പ്രവചനത്തിലും ദാനിയേൽ പ്രവചനത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ എന്തിനെ സാദൃശ്യീകരിക്കുന്നു? അപ്പം ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടു 4 മഹാമൃഗങ്ങൾ. വെളിപ്പാടിലും കണ്ടു പുള്ളിപ്പുലിക്ക് സദൃശം, അതുപോലെ തന്നെ സിംഹത്തിന് സദൃശം, കരടിക്ക് സദൃശം, ഘോരവും ഭയങ്കരവുമായ മൃഗം. ഈ 4 മഹാമൃഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദാനിയേൽ 7:17. അവിടെ എന്താ വായിക്കുന്നത്? ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉത്ഭവിപ്പാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. 4 മഹാമൃഗങ്ങളെ കാണുകയാണ്. ഇതെന്താണ്? ഭൂമിയിൽ ഉത്ഭവിപ്പാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു, 4 സാമ്രാജ്യങ്ങൾ. നാം വെളിപ്പാട് പ്രവചനത്തിലും ദാനിയേൽ പ്രവചനത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഈ 4 മഹാമൃഗങ്ങൾ 4 രാജാക്കന്മാരെയും അവരുടെ സാമ്രാജ്യങ്ങളെയും കുറിക്കുന്നു. ഏതൊക്കെയാണ് ആ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും? ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ 4 സാമ്രാജ്യങ്ങൾ ചരിത്രത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന സിംഹത്തോട് സദൃശ്യമായ മൃഗം അഥവാ സാമ്രാജ്യം എന്ന് പറയുന്നത് BC 606 മുതൽ BC 538 വരെ ലോകത്തെ ഭരിച്ച ബാബിലോണിയ സാമ്രാജ്യം, നെബൂഖദ്നേസർ രാജാവിൻ്റെ ബാബിലോണിയ സാമ്രാജ്യം. ഇനി ദാനിയേൽ 7:5 പറയുന്ന കരടിയോട് സദൃശ്യമായ മൃഗം അഥവാ സാമ്രാജ്യം BC 538 മുതൽ BC 331 വരെ ലോകത്തെ ഭരിച്ച മീഡ്സ് ആൻഡ് പേർഷ്യൻസ്, മേദ്യ പേർഷ്യ സാമ്രാജ്യം. ഇനി ദാനിയേൽ 7:6 പറയുന്ന പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മൃഗം അഥവാ സാമ്രാജ്യം എന്ന് പറയുന്നത് BC 331 മുതൽ BC 168 വരെ ലോകത്തെ ഭരിച്ച ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം. നമുക്കറിയാം ഈ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മൃഗത്തിന് 4 തലയുണ്ടായിരുന്നു. ഈ 4 തല എന്തിനെ സൂചിപ്പിക്കുന്നു? അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. അദ്ദേഹത്തിന് 4 സർവ്വസൈന്യാധിപന്മാർ രാജ്യം വിഭാഗിച്ചെടുത്തു. കസാണ്ടർ, ലിസിമാക്കസ്, സെലൂക്കസ്, ടോളമി തുടങ്ങിയ 4 സർവ്വസൈന്യാധിപന്മാർ വീതിച്ചെടുത്തതിനെ 4 തലകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ ദാനിയേൽ 7:7 പറയുന്ന ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മത്തെ മൃഗം ഏത് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു? അത് BC 168 മുതൽ AD 476 വരെ ലോകത്തെ ഭരിച്ച ദ മൈറ്റി റോമൻ എംപയർ, മഹത്തായ റോമാ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി ദാനിയേൽ 7:7 പറയുന്ന ഈ മൃഗത്തിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ദാനിയേൽ 7:24 പറയുന്നു ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അപ്പോൾ ഈ മൃഗത്തിന് എത്ര കൊമ്പുണ്ട്? 10 കൊമ്പുകൾ. ഈ 10 കൊമ്പുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ആ രാജ്യത്ത് എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. AD 476 നമ്മൾ ചരിത്രം പഠിച്ചാൽ AD 476 റോമാ സാമ്രാജ്യം ചിഹ്ന ഭിന്നമായിട്ട് 10ആയിട്ട് പിരിഞ്ഞു. ഇന്ന് കാണുന്ന 10 യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് മാറി. ഏതൊക്കെയായിരുന്നവ? നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രോഗോത്സ്, ഹെറൂളി, വാൻഡൽസ്, ഇങ്ങനെ 10 യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് റോമാ സാമ്രാജ്യം ചിഹ്ന ഭിന്നമായി. അപ്പം ദാനിയേൽ കാണുന്ന ദർശനത്തിലെ മൃഗത്തിന്, ഘോരവും ഭയങ്കരമായ മൃഗത്തിന് 10 കൊമ്പുകൾ. ഈ 10 കൊമ്പുകൾ ഇതിനെ സൂചിപ്പിക്കുന്നു എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ.
അങ്ങനെ റോമാ സാമ്രാജ്യം ഛിന്നഭിന്നമായിട്ട് 10 പിരിഞ്ഞു. പിരിഞ്ഞ് അങ്ങനെ 10 യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് മാറി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 രാജ്യങ്ങളിൽ ഓസ്ട്രോഗോത്സ്, ഹെറൂളി, വാൻഡൽസ് എന്നീ 3 രാജ്യങ്ങൾ ഇന്ന് നിലവിലില്ല. എന്താ കാരണം? ആ 3 രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് വേറൊരു രാജ്യം ഉടലെടുത്തു. അപ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാർ ഉടലെടുത്തതിൽ 3 കൊമ്പുകളെ വേരോടെ പിഴുത് കളഞ്ഞിട്ട് ഒരു ചെറിയ കൊമ്പ് അവിടെ ഉടലെടുത്ത് ഒരു ചെറിയ രാജ്യം ഉടലെടുത്തു. അതായത് ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗസ് എന്നീ 3 രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഉടലെടുത്ത ഈ ചെറിയ കൊമ്പിനെയാണ് ദൈവവചനം മൃഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം ദാനിയേൽ 7-ലും വെളിപ്പാട് 13-ലും പറഞ്ഞിരിക്കുന്ന ഈ മൃഗമാണ് നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗം. വെളിപ്പാട് 14:9 മുതൽ 11 വരെ ഇങ്ങനെ പറയുന്നു, മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന യവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അപ്പം നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗം. അത് റോമാ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി 10 പിരിഞ്ഞ രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുടലെടുത്ത ഏറ്റവും ചെറിയ രാജ്യമാണ്. അപ്പോൾ ഈ മൃഗം അഥവാ രാജ്യത്തെ തിരിച്ചറിയുവാനുള്ള ചില അടയാളങ്ങൾ പറയാം. അപ്പോൾ നമുക്കിത് ഏതാണ് ഈ രാജ്യം, ഏതാണ് ഈ മൃഗം തിരിച്ചറിയണമല്ലോ. അതിന് അടയാളങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7:8 പറയുന്നു, റോമാ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി 10 പിരിഞ്ഞ രാജ്യങ്ങൾക്കിടയിൽ നിന്നാണ് ഈ കൊമ്പ് അഥവാ മൃഗം അഥവാ രാജ്യം ഉടലെടുത്തത്. ഇനി രണ്ടാമതായിട്ട് AD 476 ശേഷമാണ് ഈ മൃഗം അഥവാ രാജ്യം ഉടലെടുത്തത്. മൂന്നാമതായിട്ട് ദാനിയേൽ 7:8 പറയുന്നു, ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നെന്ന വചനം പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. ദാനിയേൽ 7:8 പറയുന്നു, 3 രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യം ഉടലെടുത്തത്. ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗോത്സ്. ഈ രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ചെറിയ കൊമ്പ് അഥവാ മൃഗം അഥവാ ഈ രാജ്യം ഉടലെടുത്തത്. വീണ്ടും ദാനിയേൽ 7:8 പറയുന്നു, ഇതിൻ്റെ തലപ്പത്ത് ഒരു മനുഷ്യനാണിരി, വമ്പ് പറയുന്ന വായും ഉള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന നേതാവുള്ള രാജ്യം. വീണ്ടും ദാനിയേൽ 7:24 പറയുന്നു, ലോകരാഷ്ട്രങ്ങളിൽ വെച്ചതൊരു വ്യത്യസ്ത രാജ്യമാണ്. ഇവിടെ 7:24 പറയുന്ന അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമുള്ള രാജ്യമാണ്. വീണ്ടും ദാനിയേൽ 7:25 പറയുന്നു, അത് ദൈവദൂഷണം പറയുന്ന രാജ്യമാണ്. അതായത് ദൈവവചനത്തിന് വിരുദ്ധമായത് പലതും പഠിപ്പിക്കുന്നു, തിരുവചനത്തിന് വിരുദ്ധമായത് പഠിപ്പിക്കുന്നു. ദാനിയേൽ 7:25 വീണ്ടും പറയുന്നു, അത് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന രാജ്യമാണ്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് തലപ്പത്തിരുന്നാൾ ലോകത്തോട് മാപ്പ് പറഞ്ഞായിരുന്നു കൊന്നൊടുക്കിയതിന്. ദാനിയേൽ 7:25 വീണ്ടും പറയുന്നു, അത് ദൈവത്തിൻ്റെ നിയമത്തെയും സമയത്തെയും മാറ്റുന്ന രാജ്യമാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ 10 കൽപ്പനയെ 2ാമത്തെ കൽപ്പന എടുത്ത് ദൂരെ കളഞ്ഞു. എന്താ കാരണം? മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊരു പ്രതിമയും ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ അവരുടെ ആലയങ്ങളും ഭവനങ്ങളും ഒക്കെ മീതെ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയും ഭൂമിയിലുള്ള മനുഷ്യൻ്റെയൊക്കെ രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് 2ാം കൽപ്പന എടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെ നിയമത്തെ മാറ്റി. സമയത്തെ മാറ്റിയോ? മാറ്റി. എങ്ങനെ മാറ്റി? ദൈവത്തിൻ്റെ 10 കൽപ്പനയിലെ 4ാമത്തെ കൽപ്പന ശബദ ആഴ്ചവട്ടത്തിൻ്റെ 7ാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള പ്രമാണം എടുത്ത് കളഞ്ഞിട്ട് ഞായറാഴ്ചയും കടമുള്ള നാളുകളും വിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞ് കൽപ്പനയെ മാറ്റി ഞായറാഴ്ച ആചാരം സ്ഥാപിച്ചു ഈ മൃഗം അല്ലെങ്കിൽ ഈ ശക്തി. ജനകോടികൾ അതിൻ്റെ പിന്നാലെയാണെന്ന്. ഇപ്പോൾ AD 336 ലവോദിക്ക സുന്നകദോസിൽ വെച്ച് വിശുദ്ധ ശബദിനെ മാറ്റിയിട്ട് ഞായറാഴ്ച ആചാരം സ്ഥാപിച്ചു. അപ്പോൾ ഈ മൃഗത്തെ തിരിച്ചറിയാൻ പാടില്ല. പ്രിയമുള്ളവരെ, ആഴ്ചവട്ടത്തിൻ്റെ 7ാം ദിവസമാകുന്ന വിശുദ്ധ ദിവസത്തിലുള്ള
ആരാധന ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള അടയാളമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നാം ചിന്തിക്കുക, നാം ആരുടെ മുദ്രയുള്ളവരാണ്? മൃഗമെന്ന് പറയുന്ന ഈ ശക്തി സ്ഥാപിച്ചിരിക്കുന്ന ആരാധന ദിവസത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും, ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മുദ്രയുള്ളവരുമായിട്ട് മാറുന്നു. പുറപ്പാട് 31:16-17. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബദിനെ നിത്യനിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബദിനെ പ്രമാണിക്കണം. അതെനിക്കും ഇസ്രായേൽ മക്കൾക്ക് മധ്യ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്. അപ്പം അതെനിക്കും ഇസ്രായേൽ മക്കൾക്ക് മധ്യ എന്നേക്കുമുള്ള അടയാളമാകുന്നു. അപ്പം വിശുദ്ധ ശബദ് ദൈവത്തിൻ്റെ മുദ്രയാണെങ്കിൽ തിരുവചനം മൃഗമെന്ന് വിളിക്കുന്ന രാജ്യം നടപ്പിലാക്കിയിരിക്കുന്ന ആരാധനാ ദിവസമാണ് മൃഗത്തിൻ്റെ മുദ്ര. അപ്പം വിശുദ്ധ ശബദ് ദൈവത്തിൻ്റെ മുദ്രയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് സ്ഥാപിച്ചിരിക്കുന്ന ആരാധന ദിവസം അവൻ്റെ മുദ്രയാണ്. അപ്പം നാം ആരുടെ മുദ്രയുള്ളവരാണ്? വെളിപ്പാട് 14:9-11 വരെ ഇങ്ങനെ പറയുന്നു: മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന യവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പം നമ്മൾ ആരായിട്ട് മാറണം? ദൈവകൽപ്പന അനുസരിക്കുന്നവരായിട്ട് മാറണം. പ്രിയമുള്ളവരെ, ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ തള്ളിക്കളഞ്ഞിട്ട് പിശാചും അവൻ്റെ കൂട്ടരെ സ്ഥാപിച്ചിരിക്കുന്ന ദിവസത്തിൽ നമ്മൾ ആരാധിക്കുന്നവരായിട്ട് മാറിയാൽ നാം ഒരു സ്വസ്ഥതയുമില്ലാത്ത ആൾക്കാരുടെ, മൃഗത്തിൻ്റെ മുദ്രയേറ്റവരുടെ കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് നമുക്കൊരവസരം കർത്താവ് തരികയാണ്. ഈ മുദ്രയേൽക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് ചിന്തിക്കട്ടെ. നല്ല തീരുമാനമെടുക്കാം. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ മാനിച്ചുകൊണ്ട് വിശുദ്ധിയും വേർപാടുമുള്ളവരായി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ നല്ല തീരുമാനമെടുക്കാം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് എന്നുവെച്ചാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ ആരുടെ മുദ്രയുള്ളവരാണ്? ദൈവത്തിൻ്റെ മുദ്രയുള്ളവരോ അതോ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരോ? വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനത്തിനനുസരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മുദ്രയുള്ളവരായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. പിശാച് അല്ലെങ്കിൽ മൃഗം സ്ഥാപിച്ചിരിക്കുന്ന ദിവസത്തിൽ ആരാധിച്ച് മൃഗത്തിൻ്റെ മുദ്രയുള്ളവരായിരിക്കാനല്ലല്ലോ കർത്താവ് അടിയങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും മാനസിക സംഘർഷങ്ങളിലൊക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സറിയണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, മാനവും മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലെ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക. യൂട്യൂബിലും കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും
വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.